ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റിന്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന, രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട റോസ്റ്റിന്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. കൂടാതെ ഫിനൂസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ഏലക്കായ് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ഇതേപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. സവാള നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ തീ കുറച്ച് കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ നല്ലവണ്ണം വേവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. എന്നാൽ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ചതച്ചെടുത്തതായാലും മതി, ഞാനിവിടെ പേസ്റ്റാണ് ചേർക്കുന്നത്. അതും കൂടി ഇതിൽ ചേർത്തെടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും അതും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. പല ആളുകളും പല രീതിയിലായിരിക്കും മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക. ഇതേ രീതിയിൽ ആരെങ്കിലും ഉണ്ടാക്കിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/4 ഗ്ലാസ് വെള്ളം മാത്രം മതി, കൂടിപ്പോവാൻ പാടില്ല. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല, അതിന് പകരം ടൊമാറ്റോ സോസ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പുഴുങ്ങി വെച്ച കോഴിമുട്ട ഇതേപോലെ അതിന്റെ മഞ്ഞയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം. മുട്ടയുടെ മഞ്ഞ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച് ചേർത്താലും മതി, ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി മുകളിലൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട്, എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. രാവിലത്തെ ചായക്കടിയുടെ കൂടെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് കൂടിയാണിത്.